ആലപ്പുഴ തുറവൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗർഭിണിക്ക് പരിക്കേറ്റു. പുലർച്ചെയാണ് സംഭവമുണ്ടായത്. ചക്കുളത്തുകാവ് ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിലേക്കുള്ള റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ആലപ്പുഴയിലെ സാഹചര്യം? ചിലയിടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനിടയിൽ ഈ തുറവൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഒരു ഗർഭിണിക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? പുതിയ വിവരങ്ങൾ എന്താണ് മനീഷ് മഹിബാൽ? റിജിത്ത്, എന്താണെങ്കിലും ഈ തുറവൂര് കോണന്തുരുത്ത് പഞ്ചായത്ത് 8ാം വാർഡിലാണ് ബാബുവിന്റെ മകൾ നിംജയുടെ ഗർഭിണിയാണ്. നിംജയുടെ ദേഹത്തേക്കാണ് ഈ മരം വീണ് കോൺക്രീറ്റ് പാളി ഇളകി ദേഹത്തേക്ക് വീണത്. ഗുരുതരമല്ല പരിക്കെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ മഴ ഇപ്പോഴും ശക്തിയായി തന്നെ തുടരുകയാണ്. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളിൽ, അത് അപ്പർ കുട്ടനാടൻ മേഖലയാണ് കൂടുതൽ. എടത്വ, തായങ്കരി, മുട്ടാർ തുടങ്ങിയ പ്രദേശങ്ങൾ, ഒപ്പം തന്നെ കായലോര മേഖലകളായിട്ടുള്ള തകഴി, പുറക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളം ക്രമാതീതമായി, ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. കുട്ടനാട്ടിൽ തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അത് കിഴക്കൻ വെള്ളം കൂടുതലായി, പെയ്ത്ത് വെള്ളത്തെക്കാൾ കൂടുതൽ കിഴക്കൻ വെള്ളം ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. പക്ഷേ നേരത്തെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ 2018 പ്രളയത്തിന് ശേഷം പിന്നീട് ഈ തോട്ടപ്പള്ളി പൊഴി മുറിച്ചായിരുന്നു കിഴക്കൻ വെള്ളത്തെ അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുന്നതും. അങ്ങനെ വെള്ളം കഴിഞ്ഞ 1-2 വർഷക്കാലങ്ങളിൽ കുട്ടനാട്ടിൽ പൊങ്ങുന്ന സാഹചര്യം കുറവായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. കാരണം തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ താമസിച്ചു. മിനിഞ്ഞാന്ന് രാത്രിയാണ് തോട്ടപ്പള്ളി പൊഴി മുറിച്ചത്. ഒപ്പം തന്നെ അതിന് വേണ്ട ആഴമില്ല, ഈ പൊഴിക്ക് ആഴമില്ലാത്തത് കൊണ്ട് തന്നെ വേണ്ട വിധം ജലം ഒഴുകി പോകുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. അശാസ്ത്രീയമായ രീതിയിലാണ് പ്രാവശ്യം തോട്ടപ്പള്ളി പൊഴി മുറിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ തോട്ടപ്പള്ളിക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ പോലും വലിയ വെള്ളക്കെട്ടുണ്ട്. ഇവിടങ്ങളിൽ റോഡുകളിലും തോടുകളിലുമെല്ലാം വെള്ളത്തിൽ മുങ്ങി 100 കണക്കിന് വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം, ഒപ്പം തന്നെ ഈ വീടുകൾ നശിച്ച സംഭവങ്ങൾ, മരം വീണുമൊക്കെ തന്നെ വീട് നശിച്ചതിന്റെ കണക്കുകളൊക്കെ തന്നെ വൈകിട്ടോടെ കൂടി തന്നെ ജില്ലാ ഭരണകൂടവും PRD റിലീസുകൾ, അത്തരത്തിലുള്ള കണക്കുകൾ പുറത്തിറക്കും. എന്തായാലും 2018 കനത്ത പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത ചില സ്ഥലങ്ങളിൽ പോലും ഇത്തവണ വെള്ളം കയറി എന്ന് കൂടി ഉള്ള ശരി. കുട്ടനാട്ടിലൊക്കെ പല മേഖലകളിലും വെള്ളം കയറിയ നിലയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായ നിലയുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറിയ അവസ്ഥയുണ്ട്. ചിലയിടങ്ങളിൽ നിന്ന് ഈ മരം വീണ് വീടിനടക്കം കേടുപാട് പറ്റിയ തരത്തിലുള്ള അപകടങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. ആലപ്പുഴ തുറവൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഗർഭിണിക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.